ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഒരുപാട് നാളായിട്ട് ഈ ഒരു സൈറ്റ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സൈറ്റാണ്. അത് മാത്രമല്ല ഇവർ ഹയസ്റ്റ് ആയിട്ട് തന്നെ പേ ഔട്ട് ചെയ്യുന്നുണ്ട്. മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. ക്യാഷ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ പേപ്പാൽ വഴി ഡയറക്റ്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാത്തവർക്ക് ഗിഫ്റ്റ് കാർഡായിട്ടും റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ സൈറ്റിൻ്റെ പേരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചറായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുക. അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. 3 കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ബിക്കം എ ടീച്ചർ, ഹൗ ഡു അപ്ലൈ ടു ബിക്കം എ ടീച്ചർ, ഫ്രഞ്ച് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നമ്മളിവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത് ടീച്ചർ ആയതുകൊണ്ട് നമ്മളിവിടെ ഏത് ഓപ്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ ബിക്കം എ ടീച്ചർ എന്നുള്ള ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ടീച്ചറിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് എങ്ങനെ വേണം നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ടെന്ന് അവർ പറയുന്നുണ്ട്. ആദ്യമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെ സമയത്തായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ആ ഒരു ടൈം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് പ്രൊഫൈലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് എന്ന് വെച്ചാൽ വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. സെറ്റ് യുവർ ഓൺ പ്രൈസ് ഫോർ ലിസൺ ആൻഡ് കോഴ്സസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസ് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് എമൗണ്ട് കിട്ടുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് ഒരു 50% കമ്മീഷനായിട്ട് ഇവർ ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്നാണ് അവരെന്ത് ചെയ്യുക, കമ്മീഷനായിട്ട് ചാർജ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പേപ്പാൽ, പേന്യൂർ, അതുമല്ലാതെ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്കാണെങ്കിലും ക്യാഷ് റിസീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഹൗ ഡു ഐ അപ്ലൈ ടു ബിക്കം എ ടീച്ചർ. ടീച്ചറായിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിനായിട്ട് അവരിവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 10 ബിസിനസ് ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഒന്ന് നമ്മുടെ ഐ ഡി കാർഡാണ്. ഐ ഡി കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ടീച്ചറായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അതിപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യാനുണ്ട്. അത് അവർ പറഞ്ഞു തരും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം അതിനുശേഷം നമുക്കൊരു ക്വിസ് ഉണ്ടാവും, ടെസ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അതും നമ്മൾ അറ്റൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ജെനുവിൻ സൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പ്രൊസീജിയറൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിളിലോ ട്രസ്റ്റ് ബാറിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ സൈനപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ലിങ്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിന് മാത്രമല്ല, നമുക്ക് യൂട്യൂബ് ചാനൽ,
ബ്ലോഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇല്ലേ, അതിലൊക്കെ നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ ഫ്രണ്ട്സൊക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമുക്കിതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണെങ്കിലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണെങ്കിലും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.